ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ മെഷർമെൻറ്റ് കാൽക്കുലേഷന് നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ടുള്ളൊരു ട്രിക്സ് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊരു ഡ്രസ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചെസ്റ്റ് അളവ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാലൻസ് മെഷർമെൻറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഓർഡറൊക്കെ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ തുടക്കക്കാർക്കാണെങ്കിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഓർഡർ എടുക്കണം എന്നുണ്ട്, പക്ഷേ ബാക്കി മെഷർമെൻറ്റ്സ് ഒന്നും അറിയത്തില്ല, ചെസ്റ്റ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഓർഡർ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ ട്രിക്സൊക്കെ യൂസ് ചെയ്യാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ ഇതേപോലെ ഒരുപാട് ട്രിക്സും അതേപോലത്തെ തന്നെ ടിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് അറിയണമെന്നില്ല. അപ്പോൾ നമ്മളിന്ന് അതാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒരു കാര്യം സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതാണ് ചെസ്റ്റ് അളവ്. ഞാനിവിടെ 32 ഇഞ്ച് ഒരു എക്സാമ്പിൾ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമല്ലോ മെറ്റീരിയലിൽ. അപ്പോൾ ഏകദേശം എന്താ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഞാൻ കറക്റ്റ് വരയ്ക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു റഫായിട്ടൊരു ഫിഗറാണേ. അപ്പോൾ അത് ആം ഹോൾ നെക്കൊക്കെ വെച്ചിട്ടുണ്ട്. നെക്ക് ഇതാ ഇതേപോലെയൊക്കെയാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയാണ് നമ്മൾ ചെസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ചെസ്റ്റിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അല്ലാണ്ട് നമ്മൾ കറക്റ്റ് 32 കൊടുക്കില്ല, അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ചെസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ ചെസ്റ്റ് അളവ് എത്രയാണ്, ചെസ്റ്റ് റൗണ്ട് നോക്കുക, 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ കൂടെ ലൂസ് സീമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ചെസ്റ്റിന് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ ചെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ബാക്കി ഒരുപാട് മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഒരുപാട് ഇപ്പോൾ താഴെ ആയിരിക്കും. കുറേ പേര് കാണുന്നില്ല, ഒന്ന് പറഞ്ഞു തരാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് ക്ലിയർ ആയിട്ടൊന്നുകൂടെ ജസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബാലൻസ് കുറച്ച് മെഷർമെൻറ്റ്സും കൂടെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് കേട്ടോ, അതും കൂടെ കറക്റ്റായിട്ട് എങ്ങനെ നമുക്ക് കിട്ടും എന്ന് നോക്കാം. നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു സൈസ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം നെക്കിൻ്റെ വിട്താണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നെക്കിൻ്റെ വിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെസ്റ്റ് അളവ് മാത്രം മതി. ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 12. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ വിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് നമുക്ക് ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക, ചെസ്റ്റ് റൗണ്ട് അത് ഫുള്ളായിട്ടുള്ള ആ ഒരു റൗണ്ട് എത്രയാണെന്ന് നോക്കുക, അതിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിതാ ഇവിടെയുള്ള നെക്കിൻ്റെ ആ ഒരു വിട്ട് ഉണ്ടല്ലോ, നെക്കിൻ്റെ ഓപ്പൺ പോർഷൻ എത്ര വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു അളവ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു അളവാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്കിൻ്റെ വിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നെക്കിൻ്റെ ഡെപ്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഒരു അളവ് ബ്ലൗസിൽ നിന്നും അളവെടുക്കുന്നില്ല, ബോഡിയിൽ നിന്നും എടുക്കുന്നില്ല. നമ്മളിതാ ഈ ഒരു ചെസ്റ്റ് അളവ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അളവുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നെക്കിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കാനും ഇതേപോലെ ഒരു ഇക്വേഷൻ ഉണ്ട്. ചെസ്റ്റിൻ്റെ അളവ് ഡിവൈഡഡ് ബൈ 8. ഓക്കെ, എത്ര നെക്ക് കുഴിയണം എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഒരു ആവറേജ് ആ ഒരു നെക്ക്, നിങ്ങൾക്കിപ്പോൾ വെറൈറ്റി ബോർഡ് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് പറ്റില്ല. ഒരു നമ്മുടെ ആവശ്യത്തിനുള്ളൊരു നെക്കിൻ്റെ അളവ്, നെക്കിൻ്റെ ഒരു കുഴി, അത് ഒരുപാട് കുറഞ്ഞും ഒരുപാട് കൂടിയും പോകാത്ത ഒരളവാണ് നമുക്കിപ്പോൾ ഇതിൽ കിട്ടുന്നത് കേട്ടോ. ഇനി ഷോൾഡർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ടോപ്പ് പോർഷനിലുള്ള ഷോൾഡറിൻ്റെ മാത്രമാണ്, നെക്ക് വരില്ല കേട്ടോ അതിൽ. അത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ആണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നെക്കിൻ്റെ വിട്ത്ത് കണ്ടുപിടിച്ചു, ഡെപ്ത്ത് കണ്ടുപിടിച്ചു, ഷോൾഡർ കണ്ടുപിടിച്ചു. എല്ലാം നമ്മൾ ചെസ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളിതാ 3 മെഷർമെൻറ്റ്സ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്. അടുത്തത് ആം ഹോളാണ് കേട്ടോ. ആം ഹോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ചെസ്റ്റിനെ തന്നെയാണ് എടുക്കുന്നത്, ചെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ആണ് ആം ഹോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആം ഹോളിൻ്റെ ആ ഒരു കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഇറക്കം എടുക്കുമല്ലോ ഷോൾഡറിൽ നിന്ന്, ആ ഒരു മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് ആം ഹോള്. ഇനി അടുത്തത് ആം ഹോളിൻ്റെ ഡെപ്ത്താണ്. അതായത് നമ്മൾ ആ കർവ് വരയ്ക്കുമ്പോൾ ആ ഒരു 90 ഡിഗ്രി പോയിന്റിൽ നിന്ന് നമ്മൾ എത്ര ഇറക്കം എടുക്കണം എന്നൊക്കെ നോക്കില്ലേ, അതാണ് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24 ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഹോളിൻ്റെ ആ ഒരു ആംഗിൾ ഞാൻ വരച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആം ഹോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഉള്ളത് ഈ ഒരു
പൊസിഷനിലുള്ള ഡെപ്താണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെപ്ത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24 ചെയ്യുന്നത്. ഒരു 1 പോയിൻറ്റ് സംതിങ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഡെപ്തും നമുക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ വാല്യൂ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ വേറൊരു വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചും കൂടെ മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊന്ന് ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ബ്ലൗസിൻ്റെയും ഒരുപാട് ഡ്രസ്സിൻ്റെയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ നോക്കി പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.